ഇന്ന് രാവിലെ തന്നെ ഞാൻ കേട്ട ന്യൂസ് അത്ര വലിയൊരു സുഖമുള്ള ന്യൂസ് അല്ല. എന്താ അറിയോ, നിങ്ങൾ വീഡിയോ തമാശയായിട്ട് കാണണ്ട. ചിലർക്ക് കാര്യപ്പെടും, ചിലർക്ക് കാര്യപ്പെടൂല. എന്നാലും ഇത് കേട്ടോളി. ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പലരെയും സ്നേഹിക്കുന്നതുകൊണ്ട്, പ്രണയിക്കുന്നവരുണ്ട്, കല്യാണം കഴിക്കുന്നവരുണ്ട്, ചിലർ ഒന്നിച്ച് ജീവിച്ച് കല്യാണം സുഖസുന്ദരമായിട്ട് പോണവരുണ്ട്, ചിലർ അടിച്ച് പിരിയണമുണ്ട്. എന്നാൽ അതിൽ 90% ആൾക്കാരും കുറച്ച് കാലം കഴിയുമ്പോൾ ഈ രക്ഷിതാക്കളൊന്നും താല്പര്യത്തിനനുസരിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ, അവരെ സമ്മതത്തോടല്ല എന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസങ്ങളാവും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടാൾക്ക് കൂടി ഒറ്റക്ക് ജീവിക്കാൻ കഴിയൂല. അവരെങ്കിലൊക്കെ സപ്പോർട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ വേണ്ടി വരും. അപ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അപ്പം ഞാൻ ആരും ഇതാക്കാൻ വേണ്ടി പറയല. സ്നേഹിച്ച് കല്യാണം കഴിച്ചവരുണ്ടാവും, നല്ല സന്തോഷത്തോട് ജീവിക്കുന്നവരുണ്ടാവും, പക്ഷേ അടിച്ച് പിരിഞ്ഞവരുണ്ടാവും. ഞാൻ ഇന്ന് രാവിലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ 6-7 വർഷം പോലെ രണ്ടാളും കൂടി അത്രയും എന്താ പറയുക, അത്രയും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അത്ര സ്നേഹത്തിലായിരുന്നു. ഇപ്പം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസമായിട്ടുള്ളൂ. വീട്ടുകാർക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല, കുടുംബക്കാർക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല, നാട്ടുകാർക്ക് ആർക്കും സമ്മതം ഉണ്ടായിരുന്നില്ല രണ്ടാം കൂടി കല്യാണം കഴിക്കുന്നത്. വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർ രണ്ടാം കൂടി തീരുമാനം എടുത്ത് ഒളിച്ചോടി പോയി. അവർ വേറെ സ്ഥലത്ത് പോയി റൂമൊക്കെ എടുത്ത് രണ്ടാം കൂടി രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്ത് സുഖമായിട്ട് 2 മാസം ആയിട്ടില്ല എന്നാ പറഞ്ഞു. 2 മാസത്തിൻ്റെ ഉള്ളിലായപ്പോഴത്തേന് അടിച്ച് പിരിഞ്ഞ് ഇപ്പോൾ പെണ്ണ് തിരിച്ചു വന്നിക്കുക. പക്ഷെ എന്തോ നല്ല മനസ്സുള്ള മാതാപിതാക്കളായതുകൊണ്ട് അവർ സ്വീകരിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. അവരൊക്കെ നാണം കെടുത്തിങ്ങാണ്ട് പോയതാണ്. അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താവും അവസ്ഥ? ആ പെൺകുട്ടിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാണി. വൈക്കെട്ട് പോണ തുല്യാണ്. അപ്പോൾ എല്ലാവരും ഒരേമാതിരി ആണെന്നൊന്നും ഞാൻ പറയുന്നത് തയ്യാറില്ല. പക്ഷേ പലർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഈ കാണുന്നതല്ല ജീവിതം. നമ്മളൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അതിൽ സങ്കടങ്ങളുണ്ടാവും, സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ എന്താ പറയുക പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ തരണം ചെയ്യാൻ ഈ കല്യാണം കഴിഞ്ഞവർക്കേ കഴിയുള്ളൂ. അല്ലാതെ ഈ സ്നേഹിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വഴക്കാകുമ്പോൾ ചിലപ്പം അടിച്ചാണ്ട് പിരിയും. അപ്പോൾ പകുതി വെച്ചിട്ട് എന്തായി, ആ ബസ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ അതിന് നിൽക്കണ്ട, നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ. പലർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ചിലർ നല്ല ജീവിതമാവും, ചിലർക്ക് പ്രശ്നങ്ങളാവും, ചിലർക്ക് പ്രയാസങ്ങളാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞങ്ങ് മാത്രമേ അതിന് നിന്നിട്ട് കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ആവും. നല്ല മനസ്സുള്ള മാതാപിതാക്കളായതുകൊണ്ട് അവർ ആ പെണ്ണിനെ തിരിച്ചെടുത്ത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി എന്താവും സ്ഥിതി എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രണയിക്കണവർ പ്രണയിച്ചോളി, അതിനൊന്നും ഇവിടെ കുഴപ്പമില്ല. തീരുമാനം എടുക്കരുത് നല്ല ആലോചിച്ചിട്ട്. ഓക്കെ.